നമസ്കാരം, ഡോക്ടർ ആൽഫീനയാണ്. ഇൻഫെർട്ടിലിറ്റി ഇന്ന് ഒരുപാട് കപ്പിൾസിനെ വലയ്ക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരുപാട് ചികിത്സകൾ ചെയ്തു നോക്കുന്നു, ഹോർമോൺ ട്രീറ്റ്മെൻറ്റുകൾ, IVF, പക്ഷെ സക്സസ് ആവുന്നില്ല. ഇനി അഥവാ ചില സാഹചര്യങ്ങളിൽ കൺസീവ് ആയാൽ മിസ്കാരേജസ് ഉണ്ടാവുന്നു, റിപ്പീറ്റഡ് ആയിട്ട് അബോർഷൻസ് ഉണ്ടാവുന്നു. ഇനി എങ്ങനെയെങ്കിലും ഉന്തിത്തള്ളി കുറേ കോംപ്ലിക്കേഷൻസിലൂടെയൊക്കെ കടന്നുപോയി പ്രഗ്നൻസി അങ്ങ് നീണ്ടുപോയി ഡെലിവറി ഉണ്ടായ കുട്ടിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നു. ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എല്ലാം നോർമലാ, ഹോർമോണൽ ഇഷ്യൂസ് ഒന്നുമില്ല, AMH വരെ ഓപ്റ്റിമൽ ലെവലിൽ നിൽക്കുന്നു, പക്ഷെ കൺസീവ് ആവുന്നില്ല. അല്ലെങ്കിൽ IVF ഫെയിൽ ആകുമ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു, ഫെയിൽ ആവാനുള്ള സാധ്യതകളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഫെയിലായി. എന്തുകൊണ്ട്? ഇവിടെയൊക്കെ അൺഡയഗ്നോസ് ചെയ്യപ്പെട്ട ഒരു വില്ലനുണ്ട്. എന്താണെന്ന് അറിയാമോ? ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. അതെ, ഈ ഇമ്മ്യൂൺ സിസ്റ്റം അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് പ്രഗ്നൻസിയെ റിജക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് പേഷ്യൻസിന് മിസ്കാരേജസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ തൈറോയിഡിനെതിരെയുള്ള ആൻറ്റിബോഡീസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. anti-TPO ആൻറ്റിബോഡീസ്, anti-തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡി, അതോടൊപ്പം തൈറോയിഡിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ കൂടി ചെയ്യും. അപ്പോൾ ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉണ്ടായിരിക്കെ നിങ്ങൾ മറ്റു പല ചികിത്സകളിലൂടെയാണ് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതെങ്കിൽ അത് വേസ്റ്റ് ആയി പോകത്തുള്ളൂ. കാരണം ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യാതെ അവിടെ പ്രഗ്നൻസി നിലനിൽക്കില്ല. അല്ലെങ്കിൽ അതൊരു സ്മൂത്ത് ആയിട്ട് പോയി നല്ലൊരു ഹെൽത്തി ചൈൽഡിനെ കിട്ടണമെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം പെർഫെക്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉണ്ടോ ഇല്ലയോ എന്ന് പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നവരും ഇതുപോലെയുള്ള കോംപ്ലിക്കേഷൻസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യാം. ഒരുപക്ഷെ നിങ്ങൾ ഇതൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിന് അടുത്ത് ചെല്ലുമ്പം ഒരുപക്ഷെ അവർ നിങ്ങളെ ചീത്ത പറയും. കണ്ട വീഡിയോസൊക്കെ കണ്ട് ആൻറ്റിബോഡിയൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്താ ചെയ്യുക? അവർക്ക് ചികിത്സയില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണം, എങ്ങനെ ശരിയാക്കാം എന്നൊക്കെ നമ്മുടെ ചാനലുണ്ട്. കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. താങ്ക്